ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള നരേന്ദ്രമോദിക്കും ഒക്കെ നേരിട്ട് ബന്ധമുള്ള ഒരു കമ്പനിക്കാണ് ഈ ഈ ഈ ഉപകരാർ കൊടുത്തിരിക്കുന്നത്. ഈ ഉപകരാർ കൊടുത്തിരിക്കുന്ന തുകയും പുറത്തു വന്നിരിക്കുകയാണ്. 971 കോടി രൂപയ്ക്കാണ് ഉപകരാർ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 867 കോടി രൂപ. ഈ 971 എന്ന് പറയുമ്പോൾ അത് 23.7 കോടി പെർ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 45 കോടി ഒരു കിലോമീറ്ററിന് വകയിരുത്തിയ എസ്റ്റിമേറ്റും പ്ലാനും ഒക്കെ പ്രകാരം വകയിരുത്തിയ തുകയ്ക്ക് വകയിരുത്തിയ പണിക്ക് ജോലിക്ക് ഇപ്പോൾ ഉപകരാറുകാരി കൊടുത്തിരിക്കുന്ന നേരെ പകുതി, അതായത് 23.7 കോടി രൂപ പെർ കിലോമീറ്റർ വന്നിരിക്കും. എന്ന് പറഞ്ഞാൽ 100 രൂപ ചെലവഴിക്കാൻ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ കരാർ കിട്ടിയിരിക്കുന്ന ഒരു പദ്ധതി അതിൻ്റെ നേരെ പകുതി തുക 50 രൂപയ്ക്കാണ് അത് പണി എടുക്കാൻ വേണ്ടി കരാർ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 867 കോടി രൂപ ഒരു കരാർ വാങ്ങി മറ്റൊരു കമ്പനിക്ക് കൊടുത്ത് വീട്ടിലിരിക്കുന്ന അദാനി കമ്പനിക്ക് നോക്കുകൂലിയായി ഏതാണ്ട് 867 കോടി രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് അഴിമതിയുടെ മൂർത്തിമദ്ഭാവമല്ലേ? അങ്ങനെ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. എന്താണ് രണ്ട് കാര്യങ്ങൾ? ഒന്ന്, നോക്കുകൂലിയായി കേരളത്തിലെ സർക്കാർ നിരോധിച്ച സാധനമാണ് നോക്കുകൂലി. ആ നോക്കുകൂലി ഇനത്തിൽ അദാനി കമ്പനിക്ക് കിട്ടുന്ന തുക. രണ്ട്, അങ്ങനെ അദാനിക്ക് കിട്ടുന്ന തുക നഷ്ടപ്പെടുന്നത് പദ്ധതിക്ക് വെച്ച പണത്തിൽ നിന്നാണ്. ഈ പണം എന്നാണ് 951 കോടി എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ വാഗാട് കമ്പനിയുടെ ലാഭം കൂടി കണക്കാക്കിയാണ്. അപ്പോൾ 23.7 കോടി ഒരു കിലോമീറ്റർ എന്നുള്ളത് വീണ്ടും കുറയുകയാണ്. അവരുടെ ലാഭം കുറച്ചാൽ ഏതാണ്ട് 20 കോടിക്ക് താഴേക്ക് വരികയാണ്. അപ്പോൾ 45 കോടി രൂപ ഒരു കിലോമീറ്റർ ചെലവഴിക്കേണ്ടത് 20-ൽ താഴെ കിലോമീറ്ററാക്കി കുറച്ചത് ഇവരുടെ കൊള്ളയാണ്. അതാണ് ഞങ്ങൾ ഇന്ന് കോഴിക്കോട് പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ളത്. ഈ ദേശീയപാത വികസനം കൊള്ളയുടെയും അഴിമതിയുടെയും പ്രതീകമാണ്. ഇതേക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. ഇങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഇത് നേരെ വകാട് കമ്പനിക്ക് കൊടുത്താൽ എന്താ? വകാട് കമ്പനിക്ക് കിട്ടില്ല. അതെന്തുകൊണ്ടാണ് കിട്ടാത്തത്? ഇപ്പോൾ നമ്മുടെ LDF സുഹൃത്ത് പറഞ്ഞു ഇവിടെ ഊരാളുങ്കൽ കമ്പനിയെക്കുറിച്ച്. ഊരാളുങ്കൽ കമ്പനിക്ക് മാത്രമേ കേരളത്തിൽ കരാറ് കിട്ടൂ. ആ കിട്ടുന്ന തുക 100 രൂപയുടെ പണിക്ക് 500 രൂപയ്ക്ക് കൊടുക്കും, എന്നിട്ട് 100 രൂപ തിരിച്ചു കൊടുക്കും. നമ്മുടെ പണ്ടൊക്കെ ജൗളിക്കടയിൽ വിലക്കുറവ് എന്ന് പറയും, 100 രൂപയുടെ സാധനം 200 രൂപയ്ക്ക് വെക്കും, എന്നിട്ട് 50 രൂപ കുറച്ച് കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ ഇത് കേരളത്തിലെ ചെയ്യുന്ന അതേപോലെ നമ്മുടെ പദ്ധതിയുടെ കരാർ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നതും അതുപോലെ DPR ഉണ്ടാക്കുന്നതും ഒക്കെ ഊരാളുങ്കൽ കമ്പനിയാണ്. അതേപോലെ ഇതിൻ്റെ എസ്റ്റിമേറ്റും കരാറും ഒക്കെ NHAയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നതും അവർക്ക് വേണ്ടി ചെയ്യുന്നതും അദാനി കമ്പനിയാണ്. അപ്പോൾ കേരള ഗവൺമെൻറ് ചെയ്യുന്നതും കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നതും ഒരേ രീതിയിലുള്ള അഴിമതിയാണ്. അതിൻ്റെ ബലം സംഭവിക്കുന്നത് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കാണ്.